സീനിയേഴ്സുമായി കമ്പനിയായാൽ റാഗിങ്ങിൽ നിന്ന് രക്ഷപ്പെടാമെന്ന കൂട്ടുകാരുടെ ഉപദേശം മനസ്സിലിട്ടുകൊണ്ടാണ് ആദ്യമായി കോളേജിലേക്ക് കാലെടുത്തു വെച്ചത്. സീനിയേഴ്സ് കലിപ്പിട്ടാൽ എടുത്ത് കാച്ചാനായി 2-3 ചളികളും പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ പേടിയുണ്ടായിരുന്നതിനാൽ ചുറ്റും നോക്കാതെ വേഗം നടന്നു പോകാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. പെട്ടെന്നാണ് ആ വിളി കേട്ടത്. നീ പച്ചക്കിളി ഇവിടെ വാടി. പച്ച ഡ്രസ്സ് ധരിച്ചിരുന്നതിനാലും ആ ശബ്ദം എന്റെ തൊട്ടടുത്തു നിന്നായിരുന്നതിനാലും ഞാൻ മെല്ലെ തിരിഞ്ഞു നോക്കി. ഒരു 4 സംഘമായിരുന്നു. കൂട്ടത്തിൽ നേതാവെന്ന് തോന്നിക്കുന്ന ആൾ അടുത്തേക്ക് വരാൻ കൈനീട്ടി. കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ പുള്ളി ആകമാനൊന്ന് വീക്ഷിച്ചു. കറുപ്പ് കളർ ഷർട്ട്, ബ്ലൂ ജീൻസ്, മീശ പിരിച്ചു വെച്ചിരിക്കുന്നു, കയ്യിൽ ചരട്. കൊള്ളാം, തരക്കേടില്ല. പതിയെ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും ചോദ്യം വന്നു. എന്താടി നിന്റെ പേര്? സീനിയേഴ്സിനോട് കമ്പനി ആവണമെന്ന ദിവ്യയുടെ ഉപദേശം മനസ്സിലിട്ടുകൊണ്ട് ഞാനൊരു ഏറ് എറിഞ്ഞു നോക്കി. ആഹാ, ഇനി നാട് എവിടെന്ന് ചോദിക്കുമ്പോൾ നാരങ്ങ, വീട് എവിടെന്ന് ചോദിക്കുമ്പോൾ ബീട്രൂട്ട്, ഇതല്ലേ? ചെറുചിരിയോടെ പുള്ളി അത് പറയുമ്പോൾ സംഗതി ഏറ്റുവെന്ന സന്തോഷമായിരുന്നു എൻ്റെ മനസ്സിൽ. ഞാൻ പുള്ളിയെ നോക്കി നല്ലൊരു ചിരി പാസാക്കി. ചി, മര്യാദക്ക് പേര് പറയടി. ഒറ്റയടിക്കുള്ള പുള്ളിയുടെ പൊട്ടിത്തെറി കേട്ടപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിറച്ചുകൊണ്ട് പേര് പറഞ്ഞു. അനു അല്ല, അനാമിക. ഏത് ആനയായാലും പൂച്ചയായാലും അടങ്ങി ഒതുങ്ങി ഇന്നോണം ഇവിടെ. വലിയ ഷോ ഇറക്കാമെന്ന ചവിട്ടിക്കുട്ടി മൂലക്കിടും. തൊണ്ട വരളുന്ന പോലെ തോന്നി. വായിൽ നിന്ന് ശബ്ദം വരുന്നതേയില്ല. പെട്ടെന്ന് ബെല്ലടിച്ചു. ആ, നീ ഇപ്പൊ പൊക്കോ, നിന്നെ പിന്നെ എടുത്തോളാം. അത് കേട്ടതും എന്റെ സർവ്വശക്തിയും എടുത്ത് ഞാൻ പാഞ്ഞു. ക്ലാസ് കണ്ടുപിടിച്ച് കയറിയിരുന്നു. അല്പസമയം കൊണ്ട് തന്നെ കൂടെയുള്ള കുട്ടികളുമായി കമ്പനിയായി. ആദ്യ ദിവസത്തിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു നേരത്തെ കണ്ട കാലൻ ക്ലാസ്സിലോട്ട്. ദൈവമേ, ഇനി ക്ലാസ്സിൽ കയറി റാഗ് ചെയ്യാനുള്ള പരിപാടിയാകുമോ? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഞാനിരുന്ന് വിയർത്തു. പക്ഷെ പ്രതീക്ഷിച്ച പോലല്ല സംഭവിച്ചത്. അവനും ഫ്രണ്ട്സും വലിയ സ്റ്റൈലിൽ നടന്നിയെന്ന് ബാക്ക് ബെഞ്ചിൽ കയറിയിരുന്നു. ഇതിപ്പോ എന്താ കഥ? എന്റെ കിളിയാകെ പാറി. ഞാൻ പതിയെ തിരിഞ്ഞു നോക്കി. എന്ത്രി? ഒന്നുമില്ല. പുറകിലേക്ക് തിരിഞ്ഞതിന്റെ ഇരട്ടി സ്പീഡിൽ ഞാൻ മുന്നിലേക്ക് തിരിഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ടീച്ചർ വന്നു. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നേരത്തെ പഠിച്ചു വെച്ചുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. ഏറ്റവും അവസാനമാണ് കഥാനായകന്റെ ഇൻട്രൊഡക്ഷൻ. അവന്റെ പേര് മനു എന്നാണെന്നും ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ച 4 സംഘമാണ് അതെന്നും അവന്റെ ഏട്ടൻ ഈ കോളേജിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരനായതിന്റെ ഹുങ്കാണ് എന്നോട് രാവിലെ കാണിച്ചതെന്നും അതിൽ നിന്നും മനസ്സിലായി. അവിടെ ഒരു യുദ്ധം തുടങ്ങുകയായിരുന്നു. ഞാൻ എന്നെ ഝാൻസി റാണിയായും അവനെ ബാലരമയിലെ രാജാ തുക്ലനായും കണ്ടു. പേര് മനു എന്നായതുകൊണ്ട് അവനൊരു കോഴിയാണെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ക്ലാസ് മുമ്പോട്ട് പോയി. അതുപോലെ തന്നെ ഞങ്ങളുടെ വഴക്കുകളും. കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം ഞങ്ങൾ പരസ്പരം പാരപണിതു. അവനിട്ട് കൊടുക്കാവുന്ന ഒരു പണി പോലും ഞാൻ വേസ്റ്റാക്കിയില്ല. അങ്ങനെ കൊണ്ടും കൊടുത്തും ഞങ്ങൾ ആ കോളേജിൽ വളർന്നു. അങ്ങനെ ഇരിക്കെയാണ് ആ നശിച്ച ദിവസം വന്ന്. അന്ന് അമ്മയോട് വഴക്കിട്ട് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എടുക്കാതെ വന്നു. ഉച്ചക്ക് അവളുമാരുടെയൊക്കെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരിയിട്ടും വിശപ്പ് മുഴുവനായിട്ടൊക്കെ മാറിയില്ല. പക്ഷെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഉച്ച കഴിഞ്ഞ് അവളുമാരെല്ലാം ആർട്സ് ഡേ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് മുങ്ങി. നമുക്ക് പിന്നെ ജന്മനാ കലാവാസനകളൊന്നും ഇല്ലാത്തതിനാൽ ആ പരിസരത്തോട് പോയതേ ഇല്ല. ക്ലാസ്സിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള മടികൊണ്ട് വിശപ്പിന്റെ വിളി സ്വീകരിച്ച് ഞാൻ മെല്ലെ ക്യാൻറ്റീനിലേക്ക് നടന്നു. ചെന്നപ്പോൾ തന്നെ ഒരു ലൈമും 2 മുട്ട പപ്സും ഓർഡർ ചെയ്തു. അത് തീർന്നപ്പോൾ ഒരു ബർഗർ കൂടെ. വളരെ പതുക്കിയിരുന്ന് ആസ്വദിച്ച് ഞാൻ കഴിച്ചു. അതിനിടയിലാണ് ആ കാലിന് അങ്ങോട്ട് കയറി വരുന്ന കണ്ടത്. അവനെ കണ്ട ദേഷ്യത്തിൽ ഒരു സമൂസ കൂടെ പറഞ്ഞു. അത് കറുമുറ കടിച്ചു തിന്നു. എല്ലാം കഴിഞ്ഞ് ബില്ല് കൊടുക്കാൻ പേഴ്സ് തുറന്നപ്പോഴാണ് കയ്യിൽ നയാ പൈസ ഇല്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. പേഴ്സിൽ എപ്പോഴും കരുതുന്ന 200 രൂപ എവിടെ പോയെന്ന് ചിന്തിച്ചപ്പോഴാണ് രാവിലെ കുളിച്ചിറങ്ങി വരുമ്പോൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ട അനിയൻ തന്നെയുടെ ഇളിഞ്ഞ ചിരിയുടെ ഗുട്ടൻസ് മനസ്സിലായത്. ഭഗവാനെ, ഇനി എന്ത് ചെയ്യും? ഞാൻ ആരിലെ പോലെ അവിടെ നിന്ന് വിറച്ചു. ഇന്നാകെ നാണക്കേടാവും, അതും ആ തെണ്ടിയുടെ മുമ്പിൽ വെച്ച്. അവളുമാരെ വിളിച്ചപ്പോൾ ഒറ്റെണ്ണം എടുക്കുന്നില്ല. പ്രാക്ടീസ് തിരക്ക്. അറിയാവുന്ന സകല ദൈവങ്ങളെയും ഞാൻ വിളിച്ചു. എന്റെ പരിങ്ങിൽ കണ്ടിട്ടാവണം കഥാനായകന് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. അവൻ എന്നെ നോക്കി ഒരു അവിഞ്ഞ ചിരി പാസാക്കി തലവെച്ച് കിടന്നു. കുറച്ച് കഴിയുമ്പോൾ അവളുമാരെങ്കിലും വരുമായിരിക്കും. ഡീ ആനെ, ബില്ല് ഞാൻ അടച്ചിട്ടുണ്ട്. പൊന്നുമോൾ ക്ലാസ്സിൽ പോകാൻ നോക്ക്. ഇവിടെ ഇങ്ങനെ ഇരുന്നാലേ വേരോർച്ചു പോകും. ഞാൻ തലമുക്കി നോക്കി. ആ കാലിനാണ്. ഇത്രയും പറഞ്ഞ് പുള്ളി ഇറങ്ങി നടന്നു. എനിക്ക് ആകെ അത്ഭുതമായി. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യൂ, അതും എനിക്ക് വേണ്ടി. ഞാൻ വേഗം എഴുന്നേറ്റ് പുറകെ ചെന്നു. മനു, എന്താ? താങ്ക്സ്. താൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയനെ. അവൻ എന്നെ അടിമുടി നോക്കി. പെട്ടെന്ന് ബാഗ് തുറന്ന് കുറച്ച് പേപ്പർ എടുത്ത് കയ്യിൽ തന്നു. താങ്ക്സ് ഒന്നും വേണ്ട, നാളെ വരുമ്പോൾ അസൈൻമെന്റ് എഴുതിക്കൊണ്ട് വരണം. ടോപ്പിക്ക് ഞാൻ അയച്ചെന്നോളാം. ഇത്രയും പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ അവൻ നടന്നുപോയി. കാലൻ, ഞാൻ മനസ്സിലോർത്തു. വൈകുന്നേരം വീട്ടിൽ ചെന്ന് ചായ കുടിയും കുളിയും കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് പരിചയമില്ലാത്ത നമ്പറിൽ നിന്നൊരു മെസ്സേജ്. DP-യിൽ വിളിച്ചിരിക്കുന്ന ആ കാലന്റെ പിക്ക് കണ്ടപ്പോൾ മനസ്സിലായി അസൈൻമെന്റ് ടോപ്പിക്കാണെന്ന്. കാലനെന്ന് ആ നമ്പർ ഫോണിൽ സേവ് ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ആ കാലൻ എൻ്റെ എല്ലാമായി തീരുമെന്ന്.
ഞങ്ങളുടെ വഴക്കുകൾ അവിടെ തീരുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട്സ്. കോളേജ് മുഴുവൻ അസൂയയോടെ നോക്കിക്കണ്ട സൗഹൃദം. വായി നോക്കാനും റാഗ് ചെയ്യാനും കറങ്ങി നടക്കാനും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഏതു വള്ളിക്കെട്ടിനും മനുവിൻ്റെ കൂടെ അനുവും ഉണ്ടാവും. അവനുള്ള ഭക്ഷണം പോലും ഞാൻ കൊണ്ടുവരാൻ തുടങ്ങി. പരസ്പരം ഒരു രഹസ്യം പോലും ഇല്ലാതെ എല്ലാം തുറന്നു പറയുന്ന സുഹൃത്തുക്കൾ. പക്ഷേ ഫൈനൽ ഇയർ ആയപ്പോഴേക്കും അവനോടുള്ള എൻ്റെ സൗഹൃദം ഒരു പടി കൂടെ കടന്ന് പ്രണയമായി മാറിയിരുന്നു. പക്ഷേ തുറന്നു പറയാൻ ഭയമായിരുന്നു. ഉള്ള സൗഹൃദം കൂടി നഷ്ടപ്പെട്ടാലോ? എൻ്റെ ഇഷ്ടം ഞാൻ പറയാതെ തന്നെ അവൻ മനസ്സിലാക്കുമെന്ന് ആശയുള്ള കാത്തിരിപ്പായി പിന്നീട്. പക്ഷേ ഈ പ്രേമൊന്നും പറയാതറിയാനുള്ള കഴിവ് അവനില്ലെന്ന് മനസ്സിലാക്കിയ ജൂനിയർ പെൺകൊച്ച് ടീന അവനെ പ്രപ്പോസ് ചെയ്തു. അതും എൻ്റെ കൺമുമ്പിൽ വെച്ച്. അവൾക്കുള്ള പണി ഞാൻ പിന്നീട് കൊടുത്തു. എങ്കിലും അവളത് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ ഇളിസിക്കുന്ന അവൻ്റെ മുഖം കണ്ടപ്പോൾ തലമണ്ട അടിച്ചു പറ്റാനാണ് എനിക്ക് തോന്നിയത്. ഏതായാലും അവൻ്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവ് റെസ്പോൺസ് ഒന്നും ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ എന്നെ തന്നെ നിയന്ത്രിച്ചു. എങ്കിലും അവർ തമ്മിൽ കൂട്ടിമുട്ടാൻ ഒരു അവസരം നൽകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചു. ഇതിനിടയിൽ എൻ്റെ പ്രണയം അവൻ തിരിച്ചറിയുമെന്ന പ്രതീക്ഷയും. അങ്ങനെ നാളുകൾ കടന്നുപോയി. വാലന്റൈൻസ് ഡേ വന്നു. ഇന്ന് എന്തു വന്നാലും എൻ്റെ ഇഷ്ടം അവനെ അറിയിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അതിനുള്ള സകല പ്രാക്ടീസും കഴിഞ്ഞാണ് ഞാൻ കോളേജിലേക്ക് വന്ന് കയറി വന്നതും എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് അവൻ ക്ലാസ്സിന് പുറത്തേക്ക് പോയി. നീ ഇതെങ്ങോട്ടാ പോണേ? എന്താ കാര്യം? അതൊക്കെയുണ്ട്, സർപ്രൈസാണ്, നീ മിണ്ടാതെ വാ. ആ നടത്തം ചെന്ന് അവസാനിച്ചത് കോളേജിന് പുറത്തുള്ള ബേക്കറിയിലാണ്. ചേട്ടാ, ഒരു ഡയറി മിൽക്ക്. ദൈവമേ, ഇവൻ ഡയറി മിൽക്ക് എന്ന് എന്നെ പ്രപ്പോസ് ചെയ്യാൻ പോവാണോ? എൻ്റെ മനസ്സിൽ 100 ലഡു ഒരുമിച്ച് പൊട്ടി. എന്താടി വെറുതെ ഒന്ന് കിണിക്കുന്നത്? ഒന്നുമില്ല. അല്ല, നീ എന്ത് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്? അതോ, അത് നീ എന്നെ കളിയാക്കരുത്. ഇല്ലടാ, പറയ്. ഇനിയെങ്കിലും ഞാനിത് പറഞ്ഞില്ലെങ്കിൽ എന്നോട് തന്നെ ചെയ്യുന്ന തെണ്ടിത്തരായിപ്പോവും. ദൈവമേ, ഇതാത് തന്നെ പ്രപ്പോസൽ. ആ ആളുകളൊക്കെ കാണുമല്ലോ. എനിക്ക് വയ്യ, നാണം വരുന്നു. നീ ഇങ്ങനെ ഇന്റർവ്യൂ ഇടാതെ കാര്യം പറയടാ. പറയട്ടെ? ആ പറ. എനിക്ക് ടീനെ ഇഷ്ടമാണ്. ഞാനിന്ന് ഡയറി മിൽക്ക് കൊടുത്ത് അവളോടത് പറയും. ഭും. അത്രയും നാളുകൾ കൊണ്ട് ഞാൻ ഊതിർപ്പിച്ച എൻ്റെ പ്രണയത്തിൻ്റെ ബലൂൺ അവിടെ പൊട്ടി. എന്ത് ചെയ്യണമെന്നോ പറയണമെന്നോ അറിയാതെ നിന്ന നിമിഷം കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ വെമ്പുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനത് കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തി. എന്താടി നിന്റെ മുഖത്തൊരു വാട്ടം? ഒന്നുമില്ലടാ, ഞാൻ ഹാപ്പി അല്ലേ. മുഖത്ത് കൃത്രിമമായ ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു. നീയൊന്നും പറഞ്ഞില്ലല്ലോ. അവളുടെ വിധി. വരാനുള്ളത് റോക്കറ്റ് പിടിച്ചല്ലേ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ അനുഭവിച്ചു തീർക്കുക തന്നെ. പോടി പുല്ലേ, അവിടെ ഒരു അളിഞ്ഞ കോമഡി. താങ്ക് യു. ചുമ്മാ പറയാടാ. നീ ധൈര്യമായിട്ട് ചെന്ന് പറ. അവള് വേണേ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ ഓടിത്തരും. പോടി, അതൊക്കെ കല്യാണം കഴിഞ്ഞ് മതി. അയ്യടാ, ചെക്കൻ്റെ ഒരു പൂതിയെ. വണ്ടിവിട്. നീ വരുന്നില്ലേ? എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. നീ വിട്ടോ, ഞാൻ വന്നേക്കാം. പോട്ടെ. പോയി പൊളിക്കുമത്തേ. അവനെ അത്രയും സന്തോഷത്തോടെ പറഞ്ഞു വിടേണ്ട സുഹൃത്തായ എൻ്റെ കടമയായിരുന്നു. എങ്കിലും ഒരു സുഹൃത്തിനപ്പുറം അവനെ ജീവനതുല്യം സ്നേഹിച്ച ഒരു ആത്മാവ് എൻ്റെ ഉള്ളിൽ കിടന്ന് പിടയുന്നുണ്ടായിരുന്നു. പ്രണയം പറയാതെ തന്നെ തിരിച്ചറിയുമെന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്ന് ഞാൻ മനസ്സിലാക്കി. അല്ലെങ്കിൽ ഈ ലവ് ഒന്നും നമുക്ക് സെറ്റാവില്ല. നമ്മളൊക്കെ സിംഗിൾ ബസ്സൊക്കെ തന്നെ. അല്ലെങ്കിൽ ഇവനെ പോലെ ഒരു കൂതരയൊക്കെ പ്രേമിക്കാൻ കൊള്ളൂ. ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ആയിരിക്കണം. എൻ്റെ പ്രണയത്തെ ഞാൻ അവിടെ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു. ശേഷം ഒരു 5 ഡയറി മിൽക്ക് വാങ്ങി ഞാൻ ബാഗിലിട്ടു. അവനോടുള്ള പ്രതികാരം ഡയറി മിൽക്ക് തിന്ന് വീട്ടാനുള്ള പദ്ധതിയിലായിരുന്നു ഞാൻ. എനിക്ക് എന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ മിനിമം അത്രയെങ്കിലും വേണമായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ബാഗ് തുറന്നപ്പോൾ കണ്ട എണ്ണത്തിൽ കൂടുതലുണ്ടായ ഒരു ഡയറി മിൽക്കിൽ നിന്നും അവൻ്റെ മുഖത്തെ കള്ളച്ചില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. പ്രണയം പറയാതെ തന്നെ മനസ്സിലാക്കപ്പെടുമെന്ന്, ഒരു ചേർത്ത് പിടിക്കലായി നമ്മിൽ ചേരുമെന്ന്, നമ്മുടെ കണ്ണുനീരിൽ ഒരു പുഞ്ചിരിയായി മാറുമെന്ന്. ഇന്ന് ഈ കതിർമണ്ഡപത്തിൽ നിന്ന് അവൻ്റെ പെണ്ണായ കൈപ്പിടിച്ചിറങ്ങുമ്പോൾ യഥാർത്ഥ പ്രണയം ജീവിതാവസാനം വരെ കൂടെ കാണുന്നൊരു സത്യമാണെന്ന് ഞാൻ അറിയുന്നു.